സ്വഹാബികൾക്ക് ദീനിന് വില ഉണ്ടാകാൻ ഒരു കാരണം ഉണ്ടായത് എന്താണെന്നറിയോ? ഒരുന്ന് രാജാവ് കൊല്ലാൻ പിടിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, ഞങ്ങൾക്ക് തമ്മാടികളായി നടക്കുമ്പോഴാണ് ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളാളെ പിടിച്ചു, കൊന്നാളെ, ഞങ്ങൾക്കൊന്നും വരാൻ പോണില്ല, ഞങ്ങൾ അയാളോടുമില്ല. നമുക്ക് വില തോന്നാത്തത് നമുക്ക് അങ്ങനത്തെ ഒരു പൂർവ്വകാലം ഇല്ല. മനസ്സിലായില്ല? സഹാബികളെ കൊല്ലാൻ പിടിച്ച് രാജാവ് നിരത്തി നിർത്തിയപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങള് ദുന്യാവിലെ ജഹൂലായിരുന്നു, വീട്ടികൾ. ഞങ്ങൾക്ക് അൽ ഇൻസാനി, ആ മനുഷ്യത്വം അറിയുമായിരുന്നില്ല. ഞങ്ങൾക്ക് ഖീമത്തുൽ അബി വഖീമത്തുൽ ഉമ്മി വഖീമത്തുൽ സൗജ വഖീമത്തുൽ ബിൻതി. ഞങ്ങൾ പെൺകുട്ടികളെ കുഴിച്ചു കൂടും, ഞങ്ങൾക്ക് പെൺകുട്ടിന്റെ വില എന്താണെന്ന് അറിയില്ല. അപ്പോഴാണ് ഒരാൾ ഞങ്ങളടിയിൽ പൊട്ടി വിടർന്നത്. മനുഷ്യന്റെ വില എന്താണെന്ന് മനുഷ്യൻ ഞങ്ങളെ പഠിപ്പിച്ചു. ആ മനുഷ്യൻ ഞങ്ങളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ബാപ്പാനെ മനസ്സിലായി, ഉമ്മാനെ മനസ്സിലായി, മോളെ മനസ്സിലായി, കുട്ടികളെ മനസ്സിലായി, അയൽക്കാരെ മനസ്സിലായി. നിങ്ങൾ കൊന്നോളി, ഞങ്ങൾ അയാളോട് വിടാം പറഞ്ഞു. ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു? എന്തുകൊണ്ട് ഞമ്മക്കത് മനസ്സിലായിട്ടില്ല? പറഞ്ഞ മനസ്സിലായി കുട്ടികളെ? അവർക്കറിയാം ഞങ്ങളെ കൊന്നാലും ഞങ്ങളേക്ക് തിരിച്ചു പോകില്ല. കാരണം ഞങ്ങൾക്ക് പിറക്കുന്ന പെൺകുട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നത് പറ ഈ മനുഷ്യന്. ആ മനുഷ്യനെ ഞങ്ങൾ വിടൂല, കൊന്നോ ഞങ്ങൾ വിടൂല. അതൊരറിവാണ്, അതൊരറിവാണ്. 10, 20, 24, 25, 26, 27, 28 വയസ്സാകുന്നത് വരെ ഒരു പുതിയ ആപ്പിള വന്നില്ല. അപ്പൊ ഏതോ ഒരു കൽപ്പണിക്കാരൻ വന്ന് ചാടിച്ചുകൊണ്ട് ഏതോ നാട്ടിൽ പോയി നിൽക്കായിരുന്നു. നാട്ടിലേക്ക് എത്തിയപ്പോൾ മയലിൽ പ്രശ്നം ഉണ്ടാക്കി. ആ കളി ഇവിടെ നടക്കൂല, നടക്കണ്ട, ഓല് രാത്രി ആളോടും, ഒരു മയൽ ഒഴിവാക്കും, ഓനൊഴിവാക്കൂല. എന്തുകൊണ്ട് പറ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഒന്നുമില്ലാതെ ഒരു പുരുഷന്റെ വാസന എന്താണെന്നറിയാതെ 10-28 കൊല്ലം ജീവിച്ച വേദന ഒക്കെ നിങ്ങൾ മയലോർത്തെങ്കിലും ഓക്ക് പ്രശ്നമില്ല, ഓള് പോവും. നേരെ മറിച്ച് 100 പവനും കൊടുത്ത് കെട്ടിച്ച് ഇങ്ങനെ 200 പവൻ കൊടുക്കാൻ ബാപ്പാനടുത്ത് ബാക്കിയുണ്ട്, ഓളെ കെട്ടിച്ച് പിറ്റേ ദിവസം ഇങ്ങോട്ട് വരും. എന്തേ? അവിടുത്തെ വെള്ളം ശരിയില്ല. എന്ത്? പറ്റൂല ബാപ്പ, ശരിയില്ല, അത് ശരി. എനിക്ക് തന്നെ വാസനിക്ക, അയാളെ പേരും വാസന ആവൂല. ഇത് കൽപ്പണിക്കാരനെ ചേറിന് പണിക്ക് മണക്കണ കൽപ്പണിക്കാരനെ ഇപ്പം കടന്നുറങ്ങിയിട്ട് ഒക്കെ ഒരു മണമല്ല. എന്ത്? എന്താടാ അന്തം വിട്ടിരിക്കണത്? എന്തേ? ഓക്കത് കിട്ടാതെ കിട്ടിയതാണ്. സ്വഹാബികൾക്ക് റബ്ബിനെ കിട്ടാതെ കിട്ടിയതാണ്. നമുക്കതിന് വിലയില്ല. ഓനെപ്പോലെ നമുക്കതിനൊരു വിലയില്ല. നമ്മളും മുസ്ലിമായത് ബാപ്പ പള്ളി കമ്മിറ്റിയാണ്, അപ്പം നമുക്കും കമ്മിറ്റിയാണ്, നമുക്കും നേതാവാകണം. നമുക്കതിന് വില അറിയില്ല. എന്നാ ഇതിൽ വില ഉണ്ടാക്കുക, നീ മുറാഖബ ഇരിക്കണം. എന്നിട്ട് നിന്റെ വില കൂടും, റബ്ബിന്റെ വിലയും പറ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അതിനു വേണ്ടി അത് കാഫറാക്കാൻ പറ്റുമോ? വേണ്ട. അല്ലാഹു ഇതിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ തന്നെ ഇരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒറ്റയ്ക്ക് ഇരിക്കും. ഈ പടച്ചവനെ കാണും. അവനെ നീ കാണും പോലെ ആരാധിക്കാം. അന്നകല്ല വഴി റസൂലുള്ള ഇതാ പറഞ്ഞു കൊടുത്ത്, നീ അവനെ കാണും പോലെ എനിക്ക് അവനെ കാണുന്നോടത്ത് ഇരിക്കണ്ടേ? എന്നെ കൊണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ റബ്ബിനെ കാണും? ഒന്നും ഇല്ലാത്തോടത്ത് ഞാൻ നിൽക്കണ്ടേ? അവിടെ ആരുമില്ല. ആരേ ഉള്ളൂ? പറകുട്ടി ഇതാണ് പറഞ്ഞത്. ഹിദായത്ത് വേണമെങ്കിൽ മുറാഖബ വേണം, അല്ലാതെ ഉണ്ടാവില്ല. അവർക്ക് പിന്നെ വലിയൊരു സത്യമാണ്. സ്വഹാബികൾക്ക് വില ഉണ്ടാവും, കാരണം അങ്ങനെ ജീവിച്ചവരാണ് അവര്. ഇന്ന് ഈ 28 വയസ്സായ പെണ്ണിനെ, 28 വയസ്സായവൾക്കൊരു പുതിയ പെണ്ണെ കിട്ടിയപ്പോൾ ആ കയ്യൊന്നും വിടുന്നില്ല. അങ്ങാടിയൊക്കെ നടക്കുമ്പോൾ ഓളെ കയ്യിൻ്റെ ഇവിടെയാണ് മോൻ്റെ കൈ വിടുന്നില്ല. മയലിൽ മുഴുവനും ഓളെ നോക്കി കളിയാക്കുക. ഓക്കത് പ്രശ്നം തന്നെയില്ല. എന്തുകൊണ്ട്? ഓക്ക് നിധി കിട്ടിയതാ. അതുപോലെ ഇരുന്നു സ്വഹാബത്തിന് ആരെ കിട്ടിയത്? റസൂലുള്ളാഹിനെ കിട്ടിയത്. അങ്ങനത്തെ ഒരു വില നമുക്കില്ല. ഒരാൾ
ഒരാൾ ഞങ്ങൾക്കിടയിൽ പൊട്ടിവിടും. പൊട്ടിവിടും. ആ വ്യക്തി മനുഷ്യത്വം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ആ വ്യക്തി ഞങ്ങൾക്ക് പാപ്പാന്റെ വില എന്താന്ന് പഠിപ്പിച്ചു, ഉമ്മാന്റെ വില എന്താന്ന് പഠിപ്പിച്ചു, അയൽക്കാരെ വില എന്താന്ന് പഠിപ്പിച്ചു, സ്വന്തം മക്കളെ വില എന്താന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളാളെ വിട്ടൂല. ഒരു സഹാബി മുസ്തഫ നബി യുദ്ധത്തിൽ ശത്രുക്കൾ വളയുന്നത് കണ്ടപ്പോൾ ഒരു സഹാബി ഓടി വന്നു. ശത്രുക്കൾ ഓടി വരിക. ഇവിടെ സഹാബി വന്നിട്ട് ഒറ്റ പിടിച്ച റസൂലുള്ളാഹിനെ അവരമ്പ് ചെയ്തു. അമ്പ് കൊണ്ടു ഈ സഹാബിക്ക്. മരിച്ചു വീണ് മയ്യത്തെണ്ണുമ്പോൾ 90 അമ്പാ ശരീരത്തിൽ. റസൂലുള്ളാഹിക്കൊന്നും പറ്റിയില്ല. അയാൾ മരിച്ചു. കൃഷിയല്ല, ഇയാളോട് ശിക്കണം. എനിക്ക് പ്രശ്നമില്ല. 90 അമ്പ്. സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു മയ്യത്ത് നോക്കുമ്പോൾ 90ഓളം അമ്പുകളാണ്. പാഞ്ഞിട്ട് പിടിച്ചു. എന്തേ ഞങ്ങൾക്ക് മരിക്കാം, ഇയാളോട് മരിക്കാൻ പറ്റില്ല. എങ്ങനുണ്ട് അത്താണ് പഠിക്കണ്ടത്. അത് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം നമുക്കറിയില്ല. ഓടി ഒരുക്കില്ലേ പെണ്ണുങ്ങൾ കുട്ടികളും. അവരും സുന്ദരികളായ പെണ്ണുങ്ങൾ അവർക്കുണ്ടായിരുന്നില്ലേ? ആരോഗ്യ ദൃഢഗാത്രയായ യുവതിയായ ഭാര്യ അവർക്കുണ്ടായിരുന്നില്ലേ? ഈത്തപ്പഴത്തിന്റെ മധുരം അവരും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അടുത്ത നേരം കൂടി കിട്ടിയാൽ ആ നേരത്തിന്റെ ഈത്തപ്പഴയുടെ ആ മധുരം കൂടി അനുഭവിക്കാമെന്ന് അവർക്കും കൊതിയുണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഭാര്യയെ അനുഭവിച്ചതിന്റെ രസം അവരുടെയും മനസ്സിലുണ്ടായിരുന്നില്ലേ? ഇന്നും അവളെ അനുഭവിക്കാനുണ്ടല്ലോ എന്ന കൊതി അവർക്കുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടന്ന ഒരാൾ മുഹമ്മദ് ഇതൊക്കെ ഇവിടെ കിട്ടും, ഇതോടെ കിട്ടാത്തതില്ല. നമുക്കെന്തു കിട്ടും? നമുക്ക് എന്തും കിട്ടും. മനസ്സിലായില്ല? നമുക്ക് ദീനൊക്കെ കിട്ടും, പെണ്ണുങ്ങളെയും കുട്ടികളെയും കിട്ടൂല. അവിടെ നമ്മളുള്ളത് അവർക്ക് എന്തു കിട്ടും? നബിനെ കിട്ടൂല, ദീനും കിട്ടും. അവരെന്തുമ പിടിച്ചു? പറ ദീനുമ പിടിച്ചു. കാരണം അവർക്ക് കിട്ടാത്ത മുതലാളെന്ത്? പറ കുട്ടിയെ ദീന്. നമുക്കൊരു വിലയില്ലാത്തതാണെന്ത്? ദീന്. ഇതാണ് പ്രശ്നത്തെ പ്രശ്നം. കൃത്യമാണ്. അവരൊരു വലിയ ഒരു ഖുർആൻ ഓടിയപ്പോൾ ഓരോ അക്ഷരത്തിലും കരഞ്ഞു. എന്റെ അങ്ങനത്തെ കിതാബ് അവർ കണ്ടിട്ടില്ല. അവർ പെണ്ണുങ്ങളുടെ കേശഭംഗിയും അരക്കെട്ടിന്റെ വലിപ്പവും പറയുന്ന ഗ്രന്ഥങ്ങൾ അവർ കണ്ടിട്ടുള്ളൂ. فانبك من ذكرى حبيبي ومنزلي بسقط اللواء بين دخولي فحوملي فطلح فالمقراط لم يعف رسمها لما ناسجتها من جنوب وشمالي ترى باعر الآرام في آرصاتها وقيعانها كأن وهب فلفلي كأني غداة البين يوم تحملوا لدى سامرات العين نقيف حنظلي وقوفا بها صحبي الأيام طيهم يقولون لا تهلك أسمى تجملي. ചമൽകൃതമായ അറബി കവിതകളിൽ കെട്ടിവെച്ച ആ ചമൽകൃതമായ കാവ്യഭംഗിയല്ലാതെ, അതിൽ വർണ്ണിച്ച പെണ്ണുങ്ങളെ കേശഭംഗിയല്ലാതെ ഒന്നും അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അവർക്ക് ഇൻസാനിയത്തറിയില്ല. ഒരു പെണ്ണുങ്ങളെ മുടിക്കെട്ടിന്റെ വലിപ്പത്വമാണ് അവർ പഠിച്ചത്. അത്രയേ ഉള്ളൂ. പെണ്ണിന്റെ മുടിക്കെട്ടിന്റെ ഭംഗിയും അവളുടെ അരക്കെട്ടിന്റെ വീതിയും ഇത് മാത്രമാണ് അവർ പഠിച്ച കിതാബിലുണ്ടായിരുന്നത്. അതുകൊണ്ട് അപ്പോഴാണ് കഅബാലയത്തിന്റെ അപ്പുറത്തിപ്പുറത്തും കല്ലിന്റെ ബെഞ്ചുകൾ ഉണ്ടായിരുന്നു. അതിലിരിക്കും, എന്നിട്ട് പാട്ടോടും. ഇതാ പാടുന്നത്, ഇതാ പാട്ട്. ഇതിൽ പറഞ്ഞ തോന്നിയാസത്തിന് കയ്യും കണക്കൂല.
يوم عقرت للطرامتية فيا عجبا من كل المتحمل فظل العذار يرتمينا بلحمها وسهم كهداب بمقص المفتل. ഖൈസ് എന്ത് ചെയ്തു? ഖൈസ് പെണ്ണുങ്ങളെ നഗ്നത കാണാൻ വേണ്ടി മരുഭൂമിയിലെ മരുപ്പച്ചയിൽ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ കരയിലുള്ള ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ അടുത്ത് പോയി ഒളിഞ്ഞു നിന്നു ഖൈസ്. അങ്ങനെ ഉനൈസ അയാളുടെ കാമുകിയ ഉനൈസയും തോഴിമാരും കുളിക്കാൻ വന്നു. അവര് കാട്ടുകുളത്തിൽ, മരുഭൂമിയിൽ നടുവിലെ കാട്ടുകുളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യും? നഗ്നകളായി കുളിക്കും. വസ്ത്രങ്ങളൊക്കെ കല്ലിലെടുത്ത് വെച്ചു. എന്നിട്ട് വെള്ളത്തിലിറങ്ങിയപ്പോൾ ഖൈസ് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ വസ്ത്രങ്ങൾ മുഴുവനും എടുത്ത് കൊണ്ടുവന്ന് മരത്തമ്മ കയറി വെച്ചു. പെണ്ണുങ്ങൾ കുളി കഴിഞ്ഞു, നീരാട്ട് കഴിഞ്ഞ് കയറുമ്പോൾ വസ്ത്രമില്ല. അപ്പോൾ ഖൈസ് വിളിച്ചു പറഞ്ഞു, പിറന്നപടി എങ്ങനെയാണോ നിങ്ങൾ വെള്ളത്തിൽ കടന്ന് അപ്രകാരം മരച്ചുവട്ടിലേക്ക് നടന്നു വന്നാൽ ഓരോരുത്തരെയും വസ്ത്രം ഞാൻ തരാം. അപ്പൊ പെണ്ണുങ്ങൾ നടന്നു വന്നു. അവരെയൊക്കെ നഗ്നത ഖൈസ് കണ്ടു. വസ്ത്രം അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ചിരിക്കും തമാശക്കും കളിയിൽ. അപ്പോഴൊക്കെ വേഷണം. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു, മരുഭൂമിയിൽ തീ പൂട്ടിക്കോളൂ, ഞാൻ എൻ്റെ ഒട്ടകത്തെ അറക്കാം. അപ്പോൾ ഖൈസ് തൻ്റെ ഒട്ടകത്തെ അറുത്തു. അതിനെ കുത്തി കീറി ഇറച്ചിയാക്കിയിട്ട് ഈ കനലിലേക്ക്, തീൻ്റെ കനലിലേക്ക് അങ്ങനെ ഇട്ടു. അതെല്ലാം തിന്നു. അതാണ് പറഞ്ഞത്. നഗ്നകളായ കന്യകകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒട്ടകത്തെ അറത്ത ദിവസം. فعجبا من كور المتحملين فظل العذار يرتمينا بلحمها وشهم كهداب بمقص المفتل. ഇതായിരുന്നു മുത്തനബി വരുന്ന കാലഘട്ടം വരെയും കഅബാലയത്തിന്റെ കിസുവകളിൽ കെട്ടിത്തൂക്കിയിരുന്നത്. ഇതായിരുന്നു അവർ പാടിയിരുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് എന്ത് പറയുന്നത്? അപ്പോൾ കഴിഞ്ഞു, ഞങ്ങൾ മുത്തഖിയല്ലല്ലോ. നമ്മൾ മുറാഖബ നടത്തുന്നത് വരെയും നമുക്ക് ഈ കിതാബിൽ ഒരു അത്ഭുതം തോന്നില്ല. കാരണം നമ്മൾ മുത്തഖി ആണല്ലോ. എന്താ പ്രശ്നം? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഓ, എനിക്കുള്ള കിതാബ്. ഞാനാരാ? മുത്തഖിയാണ്. ഓ, എൻ്റെ കിതാബ്. പിന്നെ മുറാഖബയിലിരുന്നു, ഒറ്റയ്ക്കിരുന്നു, ആലോചിച്ചു. അപ്പോഴേക്കും കഴിഞ്ഞു. അപ്പം എന്ത് മനസ്സിലായി? 40 കൊല്ലം ജമാഅത്തിൽ നടന്നിട്ട് മുറാഖബയിലിരുന്നില്ല, സ്വന്തം തെറ്റ് ആലോചിച്ചില്ല. 41-ാമതിലൊരു വയറ് കിട്ടു. അപ്പോൾ ഒറ്റക്കൊന്നിരുന്നു. അബ്ബേ, എൻ്റെ അവസ്ഥ കാര്യം പോക്കാണല്ലോ. കരിഞ്ഞു. അപ്പോൾ ഈ കിതാബ് മനസ്സിലായി, നിന്റെ കിതാബല്ല. പിന്നെ ഈ കിതാബിൻ്റെ കിതാബാക്കാൻ പണിയെടുത്തു. അതിൽ മരിച്ചു. അപ്പോൾ എൻ്റെ കിതാബായി. ആരാൻ്റെ കിതാബ്? നമ്മളെ കിതാബ് എന്ന് പറയാം. ഇത് നമ്മളെ കിതാബാണ്. ഇത് നമ്മളെ കിതാബാണ്. ഇത് ഹുദൽ ലിൽ മുത്തഖീനല്ലേ? നമ്മളിൽ പെടുമോ? നമ്മൾക്ക് വില തൂക്കാത്ത കാലത്തോളം നമ്മൾ ആരായിട്ട് നമ്മൾ മനസ്സിലാക്കുക? കുട്ടിയെ നമ്മളെ തൂക്കാത്ത കാലത്തോളം നമ്മൾ എന്തായിട്ട് മനസ്സിലാക്കുക? മുത്തഖിയാണ്. നമ്മളെ തെറ്റുകൾ എടുക്കണം. അത് അറ്റട്ടി പൊളിഞ്ഞു പോരണം. അത് കുറച്ച് ദിവസം കൊണ്ടൊന്നും പൊളിയില്ല. അതിൻ്റെ മേലുള്ള എടുക്കണം. കഴിഞ്ഞ ആഴ്ച ചെയ്തത് പിന്നെ അങ്ങനെ അടുത്ത ആഴ്ച, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച അതിൻ്റെ പൊളിഞ്ഞു പോരും. പിന്നെ അങ്ങനെ പോയാൽ 10 കൊല്ലത്തെ തെറ്റ് പൊളിഞ്ഞു വരും, 25 കൊല്ലത്തെ തെറ്റും പൊളിഞ്ഞു വരും. അതിങ്ങനെ പൊളിച്ചാൽ അതിൻ്റെ ബാക്കിലുള്ളതിന് പൊളി പോവും. മനസ്സിലായില്ലേ? നിന്റെ മനസ്സ് സോഫ്റ്റ് ആവും. നിന്റെ മനസ്സ് സോഫ്റ്റ് ആവുമ്പോൾ അള്ളാഹു നിന്റെ തെറ്റൊക്കെ നിനക്ക് കാണിച്ചു തരും. അതിനൊക്കെ കരയും. ഇത് നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റിപ്പോർമല്ല. എന്തുകൊണ്ട്? ഒരിരുത്തം അങ്ങനെ റബ്ബിൻ്റെ കൂടെ ഇരുന്നിട്ടില്ല. ഇതാണ് പ്രശ്നം കുട്ടികളെ. അല്ലാതെ നന്നാകാൻ വേണ്ടി ഒരു ദിക്റിൽ ഒരു കാര്യമല്ല. ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഇബ്ലീസ്
കുർസി മനപ്പാടാക്കിയോണ്ട് ഇബ്ലീസ് വന്നത്. അത് സ്വഹാബി കുളിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ല? ആയത്തുൽ കുർസി മനപ്പാടാക്കി ചെല്ലിയതുകൊണ്ട് നന്നാകുകയാണെങ്കിൽ ഇബ്ലീസ് എന്നാണ് ഓനെ മനപ്പാടാക്കിയിട്ടാണല്ലോ സ്വഹാബി കുളിപ്പിച്ചു കൊടുത്തത്. ശൈത്താൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇത്ര വിലയുള്ളതാണെന്ന് സ്വഹാബിക്ക് മനസ്സിലായത്. നബിയോട് പോയി പറഞ്ഞു. നബി പറഞ്ഞു കദൂബ്, ആള് കള്ളനാണ്, പക്ഷെ കലഹ കലിമത്തു ഹഖ്, അത് പറഞ്ഞത് നേരെ, പക്ഷെ ഓൻ കള്ളനാണ്. അവ കള്ളനും എന്തോതാ നീ നമ്മളെത്തേക്ക് തിരിച്ചറിഞ്ഞ, നീ നമ്മളെത്തേക്ക് വാ, നമ്മൾ പെരുങ്കള്ളനാണ്. നമുക്ക് ആയത്തിൽ കുറിച്ച് ഓതാ. നമ്മൾ ഇന്നലെ 10 ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ദേശം. അതെന്തിനാണ്? നമ്മളെ നന്മയിലേക്ക് എടുത്തു വെക്കാനാണ്. ഇന്നലെ ആയത്തിന് ഇപ്പം കഴിഞ്ഞപ്പോൾ എത്രയായി? ഉസ്താദ് പത് പറഞ്ഞ കഴിഞ്ഞ നോമ്പ് 4-നാണ്. ഇന്നിപ്പോൾ എത്രയായി? ഇന്നിപ്പോൾ നോമ്പ് 16 ഓ, അപ്പോൾ ഇവിടെ 10-12 ദിവസം ഇപ്പോൾ 10 ആയത്തിനെ കുറിച്ച് ഓതി. അപ്പോൾ സിറ്റിംഗ് ആയി. ഏതായാലും നീ സിറാത്ത് പാലത്തിലൊക്കെ പറക്കാനും മാത്രമൊക്കെ അപ്പം തന്നെ അയക്കണം. സിറാത്ത് പാലത്തിൽ പറക്കും, ഇമാങ്കുട്ടി മയക്കും, എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം നിസ്കാരം നിർത്തിയാലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഇതന്നെ മതി. അതിന് മാത്രം ഇതിനെ കിട്ടുന്നുണ്ട്. നമ്മൾക്ക് സംഭവിച്ചതിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നന്മണ്ണാണ് സഞ്ചിയിൽ പിടിച്ചിട്ടു. സഞ്ചിന്റെ അടി പൊളിഞ്ഞതാ, അത് മനസ്സിലാക്കിയില്ല. കിട്ടിയതെല്ലാം സഞ്ചി പിടിച്ചിട്ടു. ആയത്തുൽ കുർസിയും അസ്മാഉൽ ഹുസ്നയും ഒക്കെ സഞ്ചിക്ക് പിടിച്ചിട്ടു. മജ്ലിസ് നൂറും ഒക്കെ സഞ്ചി പിടിച്ചിട്ടു. സഞ്ചിയോ? സഞ്ചിന്റെ മൂട് എലി കാർന്നു പോയതാ. മനസ്സെല്ലത്തും ഒന്നും ഉണ്ടായില്ല. കാരണം അതൊക്കെ പയ്യച്ചാടി. എലി കാർന്നു പോയി. ഏതാ എലി? ഗീബത്തും നമീമത്തും. ആരാണ് ബുദ്ധിമുട്ടിച്ചത്? ഇതൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അവസാനിപ്പിക്കണം. അല്ലാന്റെ ആളാകുക. ഒരല്പനേരമെങ്കിലും റബ്ബിന്റെ കൂടെ ജീവിക്കുക, റബ്ബിന്റെ ആളാകുക. ചിന്തിക്കുക. എന്നിട്ട് റബ്ബിന്റെ ആളായാൽ അതിന്റെ അദബുകൾ പാലിക്കുക. പിന്നെ ജീവിതത്തിൽ ചെറിയ വ്യത്യാസപ്പെടുത്തുക. ജീവിതത്തിൽ ചെറിയ വ്യത്യാസപ്പെടുത്തൽ നടത്തുക. ചില വ്യത്യാസങ്ങൾ ജീവിതത്തിൽ തന്നെ നടത്തത്തിൽ ഇരുത്തത്തിലൊക്കെ ചെറിയ ഒരു വ്യത്യാസപ്പെടുത്തുക. അത് ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുതരാം. എന്നത് പറഞ്ഞാൽ നിങ്ങൾ തലയെ കയറില്ല. മുറാഖബൊക്കെ തീരുമാനിച്ചാൽ പിന്നെ ചില വ്യത്യാസങ്ങൾ പെടുത്തുക. അത് എല്ലാം കൂടി ക്ലിയറാവും. പിന്നെ ഹിദായത്ത് മുളച്ചു, പിന്നെ ഹിദായത്ത് വളർന്നോളൂ. ഈ സാഹചര്യത്തിൽ ഹിദായത്തിൻ്റെ ഷജറത്ത് ഇങ്ങനെ കയറി വരും. നമ്മൾ കുഴിച്ചിട്ട് അത്യാവശ്യം ഒരു നനവ് വരുന്നൊരു സാഹചര്യം അതിൻ്റെ മുരട്ടേക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇനി നമ്മൾ ഓരോ ദിവസം വളരെ അറിയേണ്ട ആവശ്യമില്ല. അതെന്താവും? വളർന്നോളൂ. ആ നനവ് പറ്റാതെ നോക്കിയാൽ മതി. അതന്നെ നമ്മൾ മുറാഖബയിലിരിക്കും. നമ്മളെ തെറ്റുകൾ കണ്ടുപിടിച്ച് പശ്ചാത്തപിക്കുന്നതോടുകൂടെ എന്ത് തുടങ്ങും? ഹിദായത്തിൻ്റെ കുരു അവിടെ കൽബിൽ കുഴിച്ചിടും. ഹിദായത്തുൽ ഹിദായ പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ അതിന് നനവ് ഇങ്ങനെ കൊടുക്കണം. എന്താ നനവ്? ഞാൻ ആൾ ശരിയില്ല, ഞാൻ ആൾ ശരിയില്ല, മറ്റവരൊക്കെ നല്ലവരും, ഞാൻ മോശമാണ്. പിന്നെ അതങ്ങനെ ആ നനവിനെ വളർന്നോളും. ഞാൻ മഹാനാന്ന് വിചാരിച്ച അപ്പം കഴിഞ്ഞു. അപ്പം നീ എൻ്റെ ജീവിതത്തിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തേണ്ടി വരും. ഒരു 8-10 വ്യത്യാസങ്ങൾ ഞാൻ നാളെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത് ചെയ്യുന്നതിന് അടുത്ത ജീവിതത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാക്കുക. പിന്നെ അതിലങ്ങനെ പോകും. പിന്നെ വല്ലാതെ ആൾക്കൂട്ടത്തിൽ പോകാതെ വെക്കുക. മനസ്സിലായില്ലേ? കണ്ട ആൾക്കൂട്ടത്തിലെല്ലാം ബാളം വെക്കാതെ വെക്കുക. വലിയ പരമാവധി വലിയ. എന്തുകൊണ്ട്? എന്നെ കൊണ്ട് ഒരു നാശം കണ്ട അതിലൊന്നും പോകാൻ മാത്രം ഞാൻ ഇല്ല. ഓലെ കൊണ്ട് ഞാൻ നാശം ഉണ്ടാകുന്നല്ല, എന്നെ കൊണ്ട് ഓലെ കൊണ്ട് ഞാൻ നാശം ഉണ്ടെന്നല്ല, എന്നെ കൊണ്ട് അവനാശം ഉണ്ടാ. ഞാനൊരു കമ്മിറ്റിയിലും യോഗത്തിനും പോയാൽ അവനാശാകുക. കാരണം ഞാൻ അജാതി പോക്കാണ്. പിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയാൽ അരച്ചണ്ടി മരിക്കുക. എപ്പോഴും എണീറ്റ് പോകാവുന്ന വിധത്തിൽ. മനസ്സിലായില്ല? ചിന്തിക്ക്. നീ നിന്നിലേക്ക് മടങ്ങി. ഞാനില്ല, ഇല്ല. അള്ളാന്റെ പള്ളി ഭരിക്കാൻ മാത്രം ഞാനില്ല. ഞാനെന്നില്ല. ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കിയപ്പോൾ അള്ളാന്റെ പള്ളി ഭരിക്കാൻ മാത്രമൊന്നും ഞാനില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനേനില്ല. അങ്ങനെ മനസ്സിലാക്കില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കണതാ, നമ്മളെ കൂട്ടാത്തൊരു പള്ളിക്കാൻ പറ്റി ഇവിടെ ആരാ ഉണ്ടാക്കണം? അത് കാണാലോ.
എന്തുകൊണ്ട്? മുത്തക്കയല്ല. ഇനി ഒരവസ്ഥയിലെത്തും. അപ്പം എന്ത് തോന്നും? പള്ളി കമ്മിറ്റി കൂടാൻ മാത്രമൊന്നും ഉള്ള നന്മയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. പിന്നെ കമ്മിറ്റി കൂട്ടിയാലോ കാര്യം പരമാവധി ഒഴിവാവും. പിന്നെ കാര്യം ആവൂല, എന്നെ കൊണ്ട് നടക്കൂല കേട്ടോ, എന്നെ കുറച്ച് കാര്യമില്ല, പറ്റൂല, എനിക്ക് കഴിയൂല, എന്ന് മാത്രം ഞാനില്ല. നിങ്ങൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അവിടെ കിടത്തും. അതന്നെ ചെറിയ വ്യത്യാസപ്പെട്ട. അപ്പം ഹിദായത്തുണ്ടായി. അല്ല നമ്മളിത് ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും ഘോഷയാത്രത്തിൽ പോകുമ്പോൾ നമ്മളും അങ്ങനെ പോവുകയാണ്. സത്യത്തിൽ കാണുമ്പോൾ ഒന്ന് വേറിട്ട് നോക്കണം. നമ്മളിപ്പോൾ കാബൻ്റെ അടുത്ത് കുറേ ആളുകൾ ചുറ്റുന്നുണ്ട്. അതിൽ നമ്മളോട് ചുറ്റിയാൽ തോഫാവും. കാബൻ്റെ അവിടെ ചെന്നപ്പോൾ കുറേ ആളുകൾ ചുറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചുറ്റി, നമ്മൾ അവിടെ ഉണ്ട്, നമ്മളെവിടെയാണ് കിട്ടി അവിടെയാണ് ഇറങ്ങി നമ്മളിങ്ങനെ ചുറ്റി. അത് തോഫിന് എവിടെ എത്തണം? ഹജറുൽ അസ്വദിൻ്റെ നേർപ്പാട്ടിൽ നിന്ന് തുടങ്ങണം. അതിനെ മുത്തണം, അല്ലെങ്കിൽ അതിന് സലാം കൊടുക്കെങ്കിലും വേണം. അതിനെങ്ങനെ കൈ ഒന്നിച്ച് അതിനെ അഭിവാദ്യം ചെയ്യണം, എന്നിട്ട് തുടങ്ങണം. അപ്പോഴേ എന്താവുള്ളൂ. എന്നിട്ട് അവിടെ തിരിച്ചെത്തുമ്പോഴാണ് ഒരു തവാഫാകുക, ഒരു തൗഫത്താകുക. അത് 7 ഒരു തവാഫാകുക. പക്ഷെ അത് മനസ്സിലാകാതെ നിന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ അങ്ങനെ റൗണ്ട് അടിച്ചിട്ടുണ്ട്, നമ്മളും റൗണ്ട് അടിച്ചു, തവാഫാകും. അതപ്പം ഇന്നത്തെ നമ്മൾ നിസ്കാരം നോക്കുമ്പോഴൊക്കെ എല്ലാവരും പള്ളിയൊക്കെ കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്, എല്ലാവരും പോരുന്നുണ്ട്, നമ്മൾ പോരുന്നുണ്ട്. നമ്മളൊന്ന് തുടങ്ങണമല്ലോ. ഞാൻ ഇതുവരെ നന്നായിട്ടില്ല, അപ്പം ഇന്നൊന്ന് നന്നായി തുടങ്ങുക. അപ്പം നമുക്ക് ഹജറുൽ അസ്വദിനെ ഓർമ്മ വരും. അവിടെ എത്താലും ഒന്നാവുള്ളൂ. ഏതാ നമ്മൾ ഹജറുൽ അസ്വദ്? മുറാഖബ. എന്താ മുറാഖബ? എൻ്റെ തെറ്റ് ഞാൻ കണ്ടെത്തുക. അപ്പോൾ ഞങ്ങൾ ചിറ്റെത്തിയാലും ഒരു ചിറ്റ് കഴിയുമ്പോഴും എവിടേക്കാൻ എത്തണം? എൻ്റെ തെറ്റിക്ക് എത്തണം. പിന്നെ വേറെ ചിറ്റി അവിടെയും അപ്പോഴും എത്തിയത് എവിടെ തന്നെയാണ്? പറയാൻ മുട്ടേ നമ്മളെ ഹജറുൽ അസ്വദ് അവിടെ എന്താ? നമ്മളെ തെറ്റ് അവിടുന്നാ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ ഒരു തൗഫത്തായി. പിന്നെയും നമ്മൾ എന്തിനെ ചിറ്റിയത്? പരമോനെ നമ്മുടെ തെറ്റിനെ. നമ്മളെ അടയാളം നമ്മളെ തെറ്റാണ്. മനസ്സിലായില്ലേ? നമ്മളെ അടയാളം നമ്മുടെ തെറ്റാണ്. നമ്മളെ അടയാളം നമ്മൾ ഇങ്ങനെ പോയാലും ആ തെറ്റിനെ കൊടുക്കാൻ എത്തി. ആ തെറ്റനെ പിന്നെയും ഓർമ്മ വരുന്നു, പിന്നെയും കരഞ്ഞു, പിന്നെ ഒരു തെറ്റ്, ആ തെറ്റനെ പിന്നെയും ഓർമ്മ വരുന്നു. തെറ്റുകൾ വന്നു ഒരുപാട് ഹജറുൽ അസ്വദുണ്ട് നമുക്ക്. ഇപ്പം അവിടുന്ന് പോരാൻ വയ്യ. ഒരു ഹജറുൽ അസ്വദിൻ്റെ അവിടെ ഇറങ്ങിയത്, ഇപ്പം ഹജറുൽ അസ്വദൂടെ ഹജറുൽ അസ്വദാണ്. ഇപ്പം അവിടുന്ന് പോരാൻ നമുക്ക് വയ്യ. ഇപ്പം നമ്മളെന്തായി? നന്നായി. നമ്മൾ നാശായി. ഇതുവരെ നമ്മൾ നന്നായി എന്ന് വിചാരിച്ച്, ഇപ്പം നമ്മൾ നാശായി എന്ന് വിചാരിച്ചു. നമ്മൾ നാശായി എന്ന് വിചാരിച്ചപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ നന്നായി. നമ്മൾ നന്നായി എന്ന് വിചാരിച്ചപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ നാശായി. മനസ്സിലായി കുട്ടികളെ? നമ്മൾ നന്നായി എന്ന് വിചാരിച്ചപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ നാശായിരുന്നു. ഇപ്പം നമ്മൾ നാശായി എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ നന്നായി. ഇതന്നെ ഈ കിതാബിൻ്റെ പേരെന്താ? ബിദായത്തുൽ ഹിദായ, ഹിദായത്തിൻ്റെ തുടക്കം. ആരെ കിതാബാണ്? പറയാം, ആരാ കിതാബാ? ഗസാലി ഇമാമിൻ്റെ റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാമിൻ്റെ ബിദായത്തുൽ ഹിദായയാണ് എൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ വിശദീകരിച്ച്. ഇന്ന് ഒരു ക്ലാസ്സും കൂടി ഞാൻ അത് 2 വിചാരിച്ചിന്, ഒന്നും കൂടി. കാരണം ജീവിതത്തിൽ നടത്തത്തിലും ഇരുത്തത്തിലും പാലിക്കേണ്ട ചില അതുകളുണ്ട്. അത് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു മുത്തഖീങ്ങൾ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു തആല നമ്മളെ സാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇതൊക്കെ നമുക്കൊക്കെ തരട്ടെ. നമ്മളെ തെറ്റുകൾ കണ്ടെത്തി അതൊക്കെ പരിഹരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദി. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
നിങ്ങളെ നാളെ ബദരീങ്ങളാണ്ടാണ്. ഒരു ചെറിയ സംഖ്യ ഈ ശ്രോതാക്കളൊക്കെ ദാറുൽ ഖുർആൻ തരും 313 രൂപ. ഒരുപാട് ആവശ്യങ്ങൾ, കടങ്ങൾ, കുട്ടികൾക്ക് കിതാബ് വാങ്ങിയെടുത്ത് 1.5 ലക്ഷം റുപ്യ കൊടുക്കാണ്ട്, ഇനിയൊരു 10 ലക്ഷം റുപ്യ കിതാബ് വാങ്ങേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ അതിനൊക്കെ ഉപകരിക്കും. എല്ലാവരും സഹകരിച്ചാൽ മതി. ഒരു 313 റുപ്യ. ഇന്നത്തെ കാലഘട്ടത്തിലെ ജിഹാദ് ഇൽമിനെ സഹായിക്കലാണ്. ബാക്കി ഞാൻ കഴിഞ്ഞ വിധത്തിൽ ഊതിക്കാച്ചി കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിന്നെയും അവരെയൊക്കെ അല്ലാഹു തആല നന്നാക്കട്ടെ. എല്ലാവരും ഒക്കെ ഫലത്തിലാവുന്നല്ല, എന്നാലും ചെയ്യാനതിന് അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ കുട്ടികൾക്കുള്ള ടൂൾസ് ആണ് കിതാബാണ്. 1.5 ലക്ഷം കിതാബ് കഴിഞ്ഞാലും വാങ്ങിയ കിതാബിൻ്റെ 1.5 ലക്ഷം റുപ്യ കൊടുക്കാൻ ബാക്കിയുണ്ട്. നോമ്പിന് കൊടുക്കണം. ഒരു 10 ലക്ഷം റുപ്യേൻ്റെ കിതാബെങ്കിലും ഇക്കൊല്ലം വാങ്ങണം. എന്നാലേ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ നോക്കി, ഇവിടെ അടുത്ത് നോക്കി, അവിടെ അടുത്ത് നോക്കി, ഇവിടെ അടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ അവർക്കും അല്ലാഹുവിൻ്റെ ദീന് പഠിക്കണമല്ലോ, ഒരായത്തിൻ്റെ വ്യാഖ്യാനം പഠിക്കണമല്ലോ. അപ്പോൾ അതിന് കഴിയുള്ളൂ. നിങ്ങൾക്ക് 313 റുപ്യ ഉള്ളൂ. ഒരു പീടിയിൽ ഇറച്ചി വാങ്ങണ പൈസ, 1 കിലോ ഇറച്ചി വാങ്ങണ പൈസ. എല്ലാവരും ഒരു 313 കിലോ ഇറച്ചി വാങ്ങണ പൈസയാണ്. അത് കൊടുത്താൽ നമ്മളെ മക്കൾക്ക് അല്ലാഹുവിൻ്റെ കലാമിൻ്റെ വ്യാഖ്യാനം ഇവിടെ വാങ്ങി വെക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾ സഹായിക്കണം. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ നിഷ്പ്രയാസം നടക്കും. പല കടങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇൽമിൻ്റെ കടമാണ്. 1.5 ലക്ഷം റുപ്യ കിതാബ് വാങ്ങി കൊടുത്ത് കൊടുക്കാം. കഴിഞ്ഞ കൊല്ലം കിതാബ് വാങ്ങി കൊടുക്കാം. ഒരു 10 ലക്ഷം റുപ്യേൻ്റെ കിതാബെങ്കിലും ഇനിയും വാങ്ങണം. എന്നാലും നിറഞ്ഞു കുത്തുബഹാന നിറഞ്ഞിട്ട് വലിയതാണ്. പക്ഷെ കിതാബ് കുറച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഹായിക്കണം. നിങ്ങളെല്ലാവരും സഹായിക്കണം. ദയവായി സഹായിക്കണം. നിങ്ങൾക്കൊരു ഇറച്ചി വാങ്ങണ പൈസ ഈ ശ്രോതാക്കളെല്ലാം ആയിരക്കണക്കായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പറും മറ്റേ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നില്ലേ മോനെ? നിങ്ങളതിൻ്റെ ഗൂഗിൾ പേ ചെയ്യണം. എല്ലാവരും ഒരു 313 റുപ്യ ബദരീങ്ങളെ പൈസ, ബദരീങ്ങളാണത്. ഒരു 313 രൂപ ദാറുൽ ഖുർആൻ ദാനം ചെയ്യണം. എല്ലാവരും ദാനം ചെയ്യണം. എല്ലാവരും ദാനം ചെയ്യണം. ശ്രോതാക്കളൊക്കെ ദാനം ചെയ്യണം. അള്ളാഹുവിന് വേണ്ടി ഒരു 313 രൂപ എല്ലാവരും ബദരീങ്ങൾ ആണ്ടിനോടനുബന്ധിച്ച് ഇന്ന് രാവിലും നാളെ പകലിലും, ഇന്ന് രാവ് നാളെ പകലും, ഇത് പ്രധാനപ്പെട്ട രാവാണ്. പ്രധാനപ്പെട്ട 6 രാവുകളാണ് ബഹുമാനപ്പെട്ട റമളാനിൽ. ഒന്ന് പ്രധാനപ്പെട്ട രാവ്, വെള്ളിയാഴ്ച രാവുകൾക്കും മറ്റും പുറമെ പ്രധാനപ്പെട്ട രാവുകൾ റമളാനിലുള്ളത് 6. 1 17-ാം രാവ്, 2 21-ാം രാവ്. ഓസാലിമാം വിശദീകരിച്ചാണ്, എൻ്റെ അഭിപ്രായം പറയില്ല. വെള്ളിയാഴ്ച രാവിന് പുറമെ റമളാനിലെ പ്രധാനപ്പെട്ട രാത്രികൾ 6 1 17-ാം രാവ്, 2 21-ാം രാവ്, പിന്നെ 23-ാം രാവ്, പിന്നെ 25-ാം രാവ്, പിന്നെ 27-ാം രാവ്, പിന്നെ 29-ാം രാവ്. തന്നെ മനസ്സിലായില്ലേ? റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകൾ, വെള്ളിയാഴ്ചക്ക് പുറമെ വെള്ളിയാഴ്ചയിലെ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകൾ 6. പറഞ്ഞേക്ക് ഏതൊക്കെ? 17-ാം രാവ്, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ആ 6 രാത്രികളിലെ ആദ്യത്തെ രാവാണ് ഇവരമ്മ അസ്തമിച്ചത്. ഇന്നലെ നമ്മൾ കുനൂത്ത് തുടങ്ങി, മനസ്സിലായില്ലേ? ഇന്നലെ 16-ാം രാവ്, ഇന്നത്തെ പുത്താന രാത്രി. രാവിലും നാളെ പകലിലുമായി ദാറുൽ ഖുർആന് നിങ്ങൾ ഒരു 1 കിലോ ഇറച്ചി വാങ്ങുന്ന പൈസ 313 റുപ്യ നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ദാറുൽ ഖുർആനിലേക്ക് തരിക. എല്ലാ ആ വിഷയം പരിഹരിക്കും. കുട്ടികളെ കിതാബ് വാങ്ങുന്ന പ്രശ്നം പരിഹരിക്കും. ഒരു 300 ആർക്കാ കഴിയാത്ത എല്ലാവരും നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഇൽമിനെ സഹായിക്കും. ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഇൽമുമായി ബന്ധപ്പെടലാണ്. ഏറ്റവും വലിയ ആരാധന അതാണ്, ഇൽമിനെ ബന്ധപ്പെടലാണ്. അപ്പം ഒരു 1 കിലോ ഇറച്ചി വാങ്ങണ പൈസ ദാറുൽ ഖുർആനിലേക്ക് തരിക. ഒരു 313 രൂപ എല്ലാവരും. അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇതോട് കൂടെയുണ്ട്. 10,000-കണക്കായ ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹമാണ്. അള്ളാഹിൻ്റെ പരിശുദ്ധ ഇൽമിൻ്റെ ഇമാം ഗസാലി തങ്ങളെയും ബർക്കത്താണ്. ഏകദേശ പ്രഭാഷണങ്ങളിൽ ഈ കൊല്ലം ഏകദേശ പ്രഭാഷണങ്ങളെല്ലാം ഗസാലി ഇമാമിൻ്റെ കിതാബ് എടുത്തതാണ്. നാളെയും എൻ്റെ ബാക്കി പറയും. എല്ലാവരും 1 കിലോ ഇറച്ചിയുടെ പൈസ ഒരു 313 രൂപ. 1 കിലോ ഇറച്ചിയുടെ പൈസ ബദരീങ്ങളെ അടട് ഒരു 313 രൂപ. എല്ലാവരും ഇതിൻ്റെ ശ്രോതാക്കളെല്ലാം ദാറുൽ ഖുർആനിലേക്ക് തരിക. എല്ലാ ഇതിൻ്റെ 45 ഗ്രൂപ്പുകളുണ്ട്. ഈ ഖുർആൻ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും തരിക. എല്ലാവരും എന്തിനാണ്? ദാറുൽ ഖുർആൻ്റെ കിതാബ് വാങ്ങണ ദണ്ണം പരിഹരിക്കണം. പ്രധാനമായും ആ പൈസ കിതാബിനാണ് ഉപയോഗിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ സഹായിക്കണം. നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങൾക്ക് കഴിയും.
ആർക്കൊരു ദണ്ണമില്ല, ആർക്കും ദണ്ണല്ല. ഒരു 313 കൊടുത്ത് ഉറുപ്പെടുക്കാൻ ആർക്കാ ദണ്ണുള്ളത്? 1 കിലോ ഇറച്ചി വാങ്ങിയപ്പോൾ 2 കിലോ വാങ്ങിയെന്നാണ് കൂട്ടിക്കള. 1 കിലോ ഇൽമിന് കൊടുത്തു, 1 കിലോൻ്റെ പരിക്കുണ്ടേ. 1 കിലോ ഇറച്ചി വാങ്ങിയപ്പോൾ 2 കിലോ എന്നാണ് നോക്കിക്കളാം. 2 കിലോ എന്ന് കരുതിക്കളാം. 1 കിലോ ഇറച്ചിൻ്റെ പൈസ ഒരു 313 രൂപ ഖുർആൻ കൊടുത്തു. 1 കിലോനോ അത് മതി നിനക്ക്, അത് ഇൽമിന് കൊടുത്തു. എല്ലാവരും എന്താണെങ്കിലും ഇവിടെ ആളുണ്ടാവും. ആളില്ലാതെ എല്ലാം കൂടി ചുരുത്തി കൂട്ടി മൂലക്കെട്ട് കുഴിച്ചിടാനെന്ന് ഇവിടെ ഒരു ഭൗതികവാദിക്കും കഴിയുന്ന ആരും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് തെറ്റ് കാണുമ്പോഴും അതൊന്നും നടക്കൂലടാന്ന് പറയുന്ന ആൺകുട്ടികൾ ഇവിടെ ഉണ്ടാവണ്ടേ? ഖിയാമത്ത് നാൾ വരെ ഉണ്ടാണ്ടേ? ഇനി നമ്മൾ ദാനം ചെയ്യണം, നമ്മളൊക്കെ ദാനം ചെയ്യണം, എല്ലാവരും ദാനം ചെയ്യണം, ഖുർആൻ സഹായിക്കണം. വെള്ളിയാഴ്ച നടത്തുന്ന അള്ളാഹ് ക്ലാസ് എന്താ എൻ്റെ ലക്ഷ്യം? പുറത്തൊന്നുമല്ല, എൻ്റെ ലക്ഷ്യം കുട്ടികളെന്നാലാണ്. ഒരു അള്ളാഹ് ആഴ്ചയിൽ കേട്ടിട്ട് ഒരു തലേക്ക് അള്ളാഹ് കയറുക. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. അതിൻ്റെ ലക്ഷ്യം ഈ ക്ലാസ്സിലെ കുട്ടി വന്നാലാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഒരാളപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഉസ്താദ്മാരെ വിളിച്ച് പലപ്പോഴും ഞങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ ഉസ്താദ്മാരോട് അങ്ങോട്ട് പറയും, ഒരു കുട്ടി പോകാൻ എന്നെ കേൾക്കണം. എന്തുകൊണ്ട്? അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, പല മാറ്റം ഉണ്ടാക്കിയത്, മാറ്റം ഉണ്ടാക്കിയത് നന്നായിട്ടല്ല, എന്തെങ്കിലും ഒരു മാറ്റം കുറച്ചൊക്കെ തുടങ്ങിയത് അള്ളാഹ് എന്ന പ്രഭാഷണമാണ്. അതിന്നിൽ വളരെ വലിയ ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. കാരണം എന്താ, ആഴ്ചയിൽ പഠിക്കുകയാണല്ലോ അള്ളാഹിനെ പറ്റി. അപ്പോൾ പഠിച്ചവൻ്റെ പത്പത്തിൽ മനസ്സിലാകില്ല, മറ്റേ നമ്മളാണ് വലിയതായി മനസ്സിലാക്കിയത്. അള്ളാഹു തആല അതുകൊണ്ട് എല്ലാവരും ഒരു 313 രൂപ ദാറുൽ ഖുർആനിലേക്ക് ദാനം ചെയ്യണം. എല്ലാവരും ദാനം ചെയ്യണം, എല്ലാവരും അത് അങ്ങോട്ട് കൂടി പ്രചരിപ്പിക്കണം. ദാറുൽ ഖുർആനിലേക്ക് ഒരു 313 രൂപ നിങ്ങളുടെ സ്നേഹബന്ധുക്കളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും വെറുതെ ആവശ്യമില്ലാത്ത കുറേ മെസ്സേജ് കൊടുക്കല്ലേ വേണ്ട, ഇത് കൊടുക്കി ദാറുൽ ഖുർആനിലേക്ക് മെസ്സേജ് ആക്കി 313 രൂപ ദാറുൽ ഖുർആനിലേക്ക്. അള്ളാഹു തആല നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്നൊക്കെ 1 കിലോ ഇറച്ചിയുടെ പൈസ ഇല്ലേ? അതിനുള്ളവർ ഇല്ലാത്തവർ വേണ്ട, ഉള്ളവരല്ലേ നമ്മൾ ആയിരക്കണക്കായ ആളുകൾ. അള്ളാഹു നമ്മളെ ഇവിടെ ഇതൊക്കെ ഇട്ടിച്ച് പോകുമ്പോൾ ഇതൊക്കെ അവസാനിക്കുമെന്ന് വിചാരിക്കണ്ട. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഏത് തോന്നിയാസവും സമ്മതിക്കാതെ തെറ്റാണത് ഞങ്ങളുണ്ടാവുമ്പോൾ സമ്മതിക്കൂല എന്ന് പറയുന്ന ധീരന്മാരായ കുട്ടികൾ അവസാന കാലം വരെ ഒരു സംഘമെങ്കിലും ഇവിടെ ഇൽമിൻ്റെ ആളുകൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് നമ്മൾ പണിയെടുക്കുക. ഉണ്ടാവും, എന്നെ ചെയ്യും, ഇതൊന്നും ഉണ്ടാവില്ല, ആരും വിചാരിക്കണ്ട. അത് ലാ യഖാഫൂന ലൗമത ലായിം, ഒരു ആക്ഷേപകനെ അവർ വില വെക്കുകയില്ല. ആക്ഷേപകനെയും വില വെക്കൂല. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മളെ ആക്ഷേപിക്കും. എന്താ വിഷയം? ആക്ഷേപകന്റെ ആക്ഷേപം പലതും ഉണ്ടാക്കും, ആദ്യം ഉണ്ടാക്കും. എൻ്റെ ഒരു മോള് MBBS പഠിക്കാൻ വേണ്ടി പോയി, നിർബന്ധിച്ചു. +1 +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ബയോളജിക്കും കെമിസ്ട്രിക്കും ഒക്കെ. അപ്പോൾ കുട്ടിക്ക് ആഗ്രഹം, ആ കുട്ടിക്ക് MBBS പഠിക്കണം. ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, വേറെ എന്തെങ്കിലുമൊക്കെ പലത്, വലിയ പൈസ വേണം, പക്ഷേ ഇത് പൈസ ഇല്ല. കുട്ടിക്ക് വാശി. അപ്പോൾ വാപ്പുള്ള കാര്യം, വാപ്പയും പറഞ്ഞു അങ്ങനെ വാശിനിപ്പോൾ എന്താ കാണിക്കുക. അപ്പോൾ ഞാൻ പാണക്കാട് പോയി, മഹാനായ സ്നേഹനിധിയായ എന്നെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച എൻ്റെ വാപ്പ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും സ്നേഹിച്ച മഹാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഞാൻ ഒരിടത്ത് പോയി, ആറ്റാക്കാന്നാണ് ഞാൻ വിളിച്ചിരുന്നത്, പലരും പോലെ. ആറ്റാക്ക, എൻ്റെ മോൾക്ക് MBBS പഠിക്കണം എന്നാണ് പറയുന്നത്, എൻ്റെ പൈസ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ആറ്റാക്കൻ്റെ അടുത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആറ്റാക്കെന്ന് പറയും, അതിനൊന്നും നോക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചോളി, വാപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ലാത്ത കാലമാണ് ആറ്റാക്കെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കും. ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല, ഞാൻ ആറ്റാക്കിന് കൊണ്ടുവരാറുണ്ട്. കൊണ്ടിരുന്നു. ഞാനങ്ങനെ മോളെയും കൂട്ടി, ബാപ്പയുണ്ട്, ബാപ്പയും ഉമ്മയും ഓളും ഞാനും, ഞങ്ങൾ 4 ആൾ ആറ്റാക്കൻ്റെ അടുത്ത് പോയി. ഞങ്ങളെ കണ്ടപ്പോൾ ആറ്റക്ക മുറി തുറന്നു, എൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി, ഓളുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവളാണ് പഠിക്കാം എന്ന് പറഞ്ഞ് MBBS പഠിക്കണം എന്നാണ് കുട്ടി, ഇവളാണ്. നീ ആറ്റാക്ക പറഞ്ഞു കൊടുക്കി. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പറഞ്ഞു, ഇവളെ അത്ര ചെറിയ കുട്ടിയാണല്ലോ, അത്ര വലിപ്പമൊന്നുമില്ലല്ലോ, പഠിക്കാൻ പോയതുകൊണ്ടൊന്നും വലിയ കെട്ടിക്കാനൊന്നും നേരെ പോകും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മുസ്ലിം നിങ്ങൾ കുറേ ഡോക്ടർമാർ വേണമല്ലോ, ഓൾ ഡോക്ടറാട്ടെ, അതാണ് നമുക്ക് നല്ലത്. അൽഫാത്തിഹ ഞാൻ പറഞ്ഞതിന് നേരെ ഇതിന്. അപ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞ് ദ്വാരക്കണം. ഞാൻ പറഞ്ഞു, ആറ്റാക്ക എൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പോൾ പോക്കറ്റിന് പെട്ടിന്ന് എന്തോ എടുത്തൊരു 1000 രൂപ എടുത്താണ്ട് എൻ്റെ കയ്യിലെ കുട്ടീനെ കൊടുത്ത് പൈസ കൊണ്ടേക്കൊള്ളു.
വേർന്നു കഴിഞ്ഞ് അകത്തേക്കുണ്ട് ബീത്താതാനെത്തുണ്ട്. അവരൊക്കെ നമ്മളെ കരള് പോലത്തെ ആളുകളാണ്. ആ കുടുംബത്തിന് അവരൊക്കെ മണക്കാട് സാദാത്യങ്ങളൊക്കെ ലോകത്തേരെ വക്കീല സാദാത്യങ്ങളൊക്കെ എല്ലാവരും ഞാൻ അവരൊക്കെ ചാലിൻ്റെ ചെരുപ്പിൻ്റെ ചൂട്ടിലെ മരണം വരെ അങ്ങനെ ആവുകയുള്ളൂ. അള്ളാഹുത്തല അവരെ നമ്മളെയൊക്കെ അള്ളാഹിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ബിത്താത്തൻ്റെ എത്തുണ്ട്. ഇത് നമ്മളെ കാസിമിൻ്റെ MBBS പഠിക്കാൻ പോണ കുട്ടിയാ. നിങ്ങളെന്തെങ്കിലും കൊടുക്കി ബീത്താത്ത 1000 രൂപ എടുത്ത് ബീത്താത്തയും കൊടുത്തു. കുട്ടി പഠിക്കാൻ പോയി. പൈസ ലക്ഷക്കണക്കിന് ഉണ്ടാക്കണ്ടേ. എങ്ങനെയൊക്കെ ഉണ്ടായി കുറേ കണ്ടുണ്ട്. കുട്ടിക്ക് MBBSൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസം കോളേജിലെ കുട്ടികളെയൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പൂന്തോപ്പിലൂടെ നടത്തിയും മറ്റുമൊക്കെ ഫോട്ടോ എടുത്തു. അതൊക്കെ ഒരു സ്വാഭാവികമായും കോളേജിൻ്റെ അവരെ എന്താ പറയുക അതിന് സമാപന ദിവസം അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ഞാനതിലൊന്നും പോയിട്ടില്ല, ഒന്നുമില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഞാനൊരു കാര്യം വന്നാൽ അപ്പോൾ ഉടനെ ഈ കുട്ടീൻ്റെ ഫോട്ടോ വിടും. ഇതാണ് കാസിമിൻ്റെ മകള്. അങ്ങനെയുണ്ട്. ഇവരൊക്കെ അള്ളാൻ്റെ കോടതിയിൽ എങ്ങനെ നിൽക്കുക? ഒരു MBBS പഠിക്കുന്ന കുട്ടിക്ക് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ഈ കുട്ടിയെ MBBSൻ്റെ മറ്റു പല നൂറുകണക്കിന് കുട്ടികൾ പഠിച്ച കൂട്ടത്തിൽ ഈ കുട്ടിയുടെയും ഫോട്ടോ എടുത്തിട്ട് അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പറയാം, ഇതേ മൂപ്പര വയറിൽ ഇങ്ങനെയാണ്, ഇവരെ കുട്ടി ഇങ്ങനെയാണ്. ഈ കുട്ടിയെ MBBS പഠിക്കാതിരിക്കാൻ പരമാവധി പണിയാൻ നോക്കിയതാ. അറ്റാക്ക് പറഞ്ഞാൽ അറ്റാക്ക് പറഞ്ഞാൽ എനിക്കൊന്നും എൻ്റെ 2ാമത്തെ വാപ്പയാണ് അറ്റാക്ക, മരണം വരെ. ഇതാണ് സംഭവം. പക്ഷെ അതിനൊന്നും പേടിക്കും നിങ്ങളാരും വിചാരിക്കണ്ട. അതിനൊന്നും എനിക്കൊരു ഉള്ളിലുമില്ല. ഇപ്പം നമ്മൾ പെരുന്നാളായ നമ്മളെ കുട്ടികൾ അങ്ങാടിക്ക് സമാനമാകുമോ? അതിർത്തം ഫോട്ടോത്തിലിറങ്ങില്ലോ. കാസ് അങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇങ്ങനെ ടെക്സ്റ്റൈലിൽ കയറിപ്പോകും. ഇപ്പം നമ്മൾ വേറെ നിർത്തം. ആർക്കടാ അതിനൊക്കെ പേടി? ഈ ഭൂമി മുഴുവൻ ബോംബിട്ടാൽ എനിക്ക് പേടിയില്ല. എനിക്ക് പേടി തന്നെയല്ല, അതൊക്കെ പോയി. പേടിയുടെ ഗ്രന്ഥി എലിയുടെ ഉള്ളിൽ നിന്ന് ശാസ്ത്രജ്ഞർ നീക്കം ചെയ്തപ്പോൾ അത് പൂച്ചയുടെ മുന്നിൽ നൃത്തം ചെയ്തു എന്നാണ് ചരിത്രം. പേടി എന്നൊരു ഗ്രന്ഥിയുണ്ട് എലിയുടെ ഉള്ളിൽ. അതുള്ള കാലത്തോളം എലിക്ക് പൂച്ചനെ കണ്ട പേടിയോ? അപ്പൊ ശാസ്ത്രജ്ഞർ ബയോളജിസ്റ്റുകൾ എന്ത് ചെയ്തു? എലിയുടെ ശരീരത്തിൽ നിന്ന് പേടിയുടെ ഗ്രന്ഥിയെ നീക്കം ചെയ്തു. പിന്നെ അത് ഡാൻസ് എടുക്കാൻ തുടങ്ങി. എനിക്ക് ഇന്നെ പേടിപ്പിക്കണ ഒരു കാര്യം ഈ ഭൂമിൻ്റെ മുകളിലില്ല, അള്ളാഹുവിൻ്റെ വചനമല്ലാതെ. എനിക്ക് പേടിയില്ല. ഞാൻ വലിയതാകാൻ വേണ്ടി പറഞ്ഞാലല്ലേ എനിക്ക് പേടിയുള്ളൂ. ഞാൻ വലിയതാകാൻ പറഞ്ഞാലല്ലോ. നിങ്ങൾ ഇന്നെ ചെറുതാക്കാൻ എൻ്റെ ചെറുപ്പത്തിലല്ലല്ലോ വിഷയം. ഇനിയിപ്പം എൻ്റെ മകൾ MBBS പഠിച്ചു, ഫോട്ടോ നെറ്റിലുണ്ട്. അതുകൊണ്ട് വഹാബികളുടെ അത് ഉള്ളത് കൊണ്ട് വഹാബികളെ ഇഫ്താർ മീറ്റിൽ സുന്നികൾക്ക് യഥേഷ്ടം പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെയാണോ നിയമം? അല്ല, അങ്ങനെയാണോ? അങ്ങനെ എഴുതിയിട്ടാവില്ല. കാസിമിയുടെ മകൾ MBBS പഠിക്കുകയും അവളുടെ ആ കുട്ടിയുടെ ഫോട്ടോ നെറ്റിലുണ്ടാവുകയും ചെയ്തത് കൊണ്ട് ഇനി കുഴപ്പമില്ല, വഹാബികളെ ഇഫ്താർ മീറ്റിൽ സുന്നി നേതാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മൗലിയര് ഒരു നാട്ടിൽ വയൽ പറഞ്ഞു, എന്ത് ഖുത്ബ പരിഭാഷ തെറ്റാണ്, അങ്ങനെയാണ്. അതിൽ പിറ്റേന്ന് വന്ന ഒരുത്തൻ മറുപടി പറഞ്ഞു, ഇയാൾ ജാരസന്താനാണ്, ഇയാൾക്ക് ഒറിജിനൽ വാപ്പനല്ല. അപ്പം മറുപടിക്ക് പിന്നെ മൂപ്പരത്തൻ ജാരസന്താനം. അപ്പൊ മൂപ്പര് സ്റ്റേജിൽ കയറിയ ഉടനെ തന്നെ പറഞ്ഞേ, സമ്മതിച്ചു, എനിക്ക് വാപ്പില്ല, ഞാൻ ജാരസന്താന, അതുകൊണ്ട് ഞാൻ ജാരസന്താനതുകൊണ്ട് ഖുത്ബ പരിഭാഷ ചെയ്യാവുന്നതാണ്. അതാണോ എൻ്റെ മേന? ആയിക്കോട്ടെ, ഞാൻ ജാരസന്താനം സമ്മതിച്ചോളാം. ആയിക്കോട്ടെ, ഞാൻ ജാരസന്താനമായതുകൊണ്ട് ഭൂമിയിൽ എല്ലാവർക്കും ഖുത്ബ പരിഭാഷ നടത്താവുന്നതാണ്. അങ്ങനെയാണോ നിയമം? ഞാൻ അങ്ങനെ തീരുമാനിക്കാം. അപ്പൊ അതൊന്നും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഇവിടെ കുറച്ച് കുട്ടികൾ ഇനിയുണ്ടാവും. എന്തൊക്കെ ഇവിടെ വന്ന് വളയല്ലാതെ ചാടിയാലും ഇവിടെ കുറച്ച് കുട്ടികൾ വാക്യവും ആ കുട്ടികൾ ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും അവർ വില വെക്കൂല. അവർ ധീരമായി പറയും. അവരിലേക്ക് മതിയമാ വരും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. അത് ഇവിടെ നിലനിർത്തണം. അത്രയും നമുക്ക് ആവശ്യം. നമ്മളൊക്കെ വെച്ചു ഒരു കുട്ടികൾ വരുമോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ ദാറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിൻ്റെ ഒരു ഖദിമ. അപ്പം അവരെ ഞാൻ അള്ളാഹിനെ പറഞ്ഞ് പഠിപ്പിക്കലാണ്. അള്ളാഹെന്നല്ലാത്ത ഒരർത്ഥം ആ കുട്ടികൾ പഠിപ്പിക്കില്ല. ഞാൻ പഠിപ്പിക്കില്ല, ഞാനവരെ പഠിപ്പിക്കണം. അള്ളാഹ് തലയേക്ക് അള്ളാഹെന്ന് കയറുക. അപ്പോൾ ഒരു ദിവസം അവരെണീറ്റിക്കും. അള്ളാഹിൻ്റെ അടിമകളായി എണീറ്റിക്കും. അത് നമുക്ക് മതിയാവും. അള്ളാഹു തൗഫീഖ്
തരട്ടെ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബദർ ദിനത്തെ എല്ലാവരും കഴിയുന്നത്ര ആളുകൾ ഒരു കിലോ ഇറച്ചിയുടെ പൈസ എത്രയേ ഉള്ളത്? 313 റുപ്യ. ബദരീങ്ങളായത് ദാറുൽ ഖുർആനിലേക്ക് നിങ്ങളൊക്കെ ഗൂഗിൾ പേ വഴിയായും അതിൻ്റെ അക്കൗണ്ട് നമ്പർ വഴിയായും നിങ്ങളാൽ കഴിഞ്ഞ വിധത്തിൽ നിങ്ങൾക്ക് ദാനം ചെയ്യണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 1.5 കോടി രൂപ കടമുള്ള ഒരാൾ, അല്ലാഹുവേ അയാളെ കടം വീട്ടി കൊടുക്കണമേ റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീനായ മുസ്തഫ നബിയുടെ ഹളറത്തിലേക്ക് ആ മനുഷ്യൻ്റെ കടം വീടാൻ വേണ്ടി അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع ووباء قاطع إنك مجيب سامع